സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ചെമ്പിക്കെട്ടുകളിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മുഴുവനും പണിയെടുത്തിരുന്ന വെച്ചാൽ മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് ഇന്നിപ്പം അതുകൊണ്ടിട്ട് ഒരു ഉപകാരമില്ലാണ്ടായി, ഒരു പണിയെടുക്കാൻ കഴിയാതെ 10 പൈസ കിട്ടാത്ത മാർഗമായി. ചെമ്പിക്കെട്ടിലൊക്കെ മോശമാണ്. ഞാൻ ചെമ്പിക്കെട്ട് നടത്തുന്ന ആളാണ്. ഇപ്പം ചെമ്പിക്കെട്ട് എടുത്തിട്ട് ഈ കൊല്ലം എനിക്കൊരു 10,000 പോലും കിട്ടിയിട്ടില്ല. അത്രയും മോശമാണ്. അടിച്ചിറക്കുന്ന ചെടി മറ്റുള്ള ചെമ്മീനും മീനെയും നശിപ്പാ വരുന്നത്. ബോർ ചെയ്യുന്ന ചെളി കംപ്ലീറ്റ് മെറ്റൽ ടൈറ്റ് എന്നും പറഞ്ഞിട്ട് സാധനം കളിയാണത്. ഇറക്കിയിട്ട് മെറ്റൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഈ ബോർ ചെയ്ത് വരുന്ന ചെളികൾ മുഴുവനും തള്ളണത് ഇവർക്ക് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എഗ്രിമെൻ്റ് വെച്ചേക്കണമെന്ന് നമ്മളോട് പറഞ്ഞേക്കണത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ചെളി ബോർ ചെയ്ത് എടുക്കണ ചെളി കൊണ്ട് പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്നുള്ളതാണ്. അത് സർക്കാർ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഇത് കോൺട്രാക്ട് എടുത്തേക്കുന്ന ആൾക്കാർ ആരും അതിൻ്റെ ആയിട്ട് ചെയ്യണില്ല. എല്ലാം അവർക്ക് എളുപ്പമായിട്ട് പുഴയിലേക്ക് തള്ളിവിടണം. ഈ പുഴയിലേക്ക് തള്ളിവിടുന്ന ഈ ബോറിങ് ചെളിയാണ് വന്ന് അടിഞ്ഞ് ഇപ്പോൾ ഇവിടെ കരയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുഴയിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും പറയണ നല്ലൊരു പുഴയാണ് ഇത്. നല്ലൊരു പുഴയെന്ന് പറഞ്ഞാൽ നമുക്ക് മത്സ്യങ്ങളും കിട്ടും. എന്ത് ആവശ്യമാണ് ഈ നല്ല വെള്ളം വരുന്ന ഈ മഴക്കാലത്തൊക്കെ ആലുവായിന്ന് പുഴയെന്നൊക്കെ ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം ഉപ്പില്ലാത്ത സമയത്ത് ആ മഴവെള്ളം വരുമ്പോൾ നല്ല ഉപ്പില്ലാത്ത വെള്ളമാണ് ഞങ്ങൾക്ക് കിട്ടണത്. ഞങ്ങളത് അലക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒരു വല വീശി കഴിഞ്ഞാൽ ഒരു 50 കിറ്റ്, 50 പ്ലാസ്റ്റിക് കിറ്റ്, ഒരു 50 കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിന് മേലൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. മീന് പോലും ഇല്ല, ഒന്നുമില്ല ഇപ്പം ശരിക്കും പറയണേ. ഇതേ മേടമൊക്കെ വന്ന് കണ്ടു നോക്ക്. അവിടെ ആ സൈഡ് അപ്പുറത്തെ സൈഡൊക്കെ വന്നു. ശരിക്കും ഇത് ഇന്നലെ ജില്ലാ കളക്ടർ ഇവിടെ വന്നെന്ന് പറഞ്ഞു. വൈകിട്ട് 4-5 മണിയായപ്പോൾ ജില്ലാ കളക്ടറും വന്ന് ഡൊമിനിക് പ്രസൻറ്റേഷൻ ഞങ്ങളുടെ ഇവിടുത്തെ MLA ആണ്, പുള്ളിയും വന്നിരുന്നു ഇവിടെ വന്ന് സന്ദർശിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ നല്ല വേലിയേറ്റത്തിലാണ് അവരെ കൊണ്ടുവന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വേലി ഇറക്കത്ത് കൊണ്ടുവന്ന് കാണിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈ പദ്ധതി പ്രദേശത്തുള്ള എന്ത് ഇടങ്ങേറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ആ രീതിയിലല്ല അവർ കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വേലിയേറ്റത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ കഴിയൂല. കാണാൻ കഴിയാത്ത സമയത്താണ് ഇവരെ കൊണ്ടുവന്ന് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇത് വേണ്ടപ്പെട്ട അതായത് ഞങ്ങൾക്കൊരു ചീനവലയുണ്ട്. ആ ചീനവല എന്ന് പറയുന്നത് ഈ ഇപ്പം നികത്ത് ഭൂമിയുടെ അപ്പുറത്താണ്. അപ്പൊ ഇതിലെ കൂടി കടന്നു വേണം ഞങ്ങൾക്ക് വഞ്ചി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ ഇതിലെ കൂടി പോകാന്ന് പറയുമ്പോ ഈ ഇവിടെയൊക്കെ നികന്നു പോയി. ഇപ്പൊ വഞ്ചിച്ചാലില്ല. മുൻപ് ബോട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പൊ അതിലൊരു വഞ്ചി കിടക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഞങ്ങളൊക്കെ മീൻ പിടിച്ചോണ്ടിരുന്നവരാണ്. മീൻ പിടിച്ചെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങി തപ്പി മീൻ പിടിച്ചോണ്ടിരുന്നവരാ. അത് പോയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് വെള്ളം കാണുമ്പോ പേടിയാ. കാരണം എന്താന്ന് വെച്ചാൽ അതിലേക്ക് ഇറങ്ങി എക്കച്ചെളിയാണ്. എക്കച്ചെളി പൊങ്ങി ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഞങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവൻ തന്നെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയായി. മുമ്പൊക്കെ മീൻ പിടിച്ച് ജീവിച്ചത് ഞങ്ങൾ ഈ ടൈമിലൊക്കെ മീൻ പിടിക്കുന്നവരാണ്. ഇപ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ മീൻ പിടിക്കാൻ പറ്റുന്നില്ല. വെള്ളം അക്കരയ്ക്ക് നോക്കിയാൽ പേടിയാകുന്നു. ആ ഒരവസ്ഥ. ഞങ്ങളെയൊക്കെ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. തപ്പി പിടിക്കുന്നത് ഞങ്ങൾ ചെളിയെറിയും. ചെളിയെറിഞ്ഞിട്ട് എപ്പോഴും നേരത്തെ ചെളിയെറിയും. എന്നിട്ട് കലങ്ങുമ്പോൾ കൈ കൊണ്ട് തപ്പി ചെമ്മീനും മീനും ഒക്കെ തടത്തിലേക്കും അത് പിടിച്ചെടുക്കും. അങ്ങനെ ഞാൻ വെള്ളത്തിലോട്ട് പൂണ്ട് അവിടെ ഇതായി കയറിയിട്ടുണ്ടായി. പൂണ്ടുപോയി. ഇത്രയും വെള്ളത്തിൽ ഞാൻ ഇതും എൻ്റെ ഭർത്താവും കൂടിയാണ് പുഴ നിറച്ച് കോൺക്രീറ്റ് കെട്ടിക്കിടക്കണേണ്. വഞ്ചിയൊക്കെ ചെന്ന് ഇടിക്കണേണ്. പൊളിഞ്ഞിട്ട് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റണ്ടേ? മീൻ പിടിച്ചാലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയും കൂടിയാണ് ഞങ്ങൾക്ക് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നേരെയായിരുന്നേ, പെണ്ണുങ്ങളൊക്കെ നേരെയായിരുന്നു. അതുപോലെ ഉരുണ്ടും വീഴും. ഇഷ്ടം പോലെ ഒരുപാട് വീഴ്ച. മീൻ പിടിക്കും. ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് തപ്പി ഞണ്ടും കടിക്കും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ചെളിയാണ്. അവിടെയൊക്കെ വന്ന് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പം ഒരു പണി എടുക്കാനില്ല. ഞങ്ങൾ ഒരു പണിക്കും പോണില്ല. ഇപ്പൊ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നതിന് കിടന്നുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു ചെമ്മീന്റെ പൊടിയില്ല. ഞങ്ങൾ ഓരോ പെരക്കാത്ത ഞങ്ങൾ എന്തോരം ചെമ്മിനെ പിടിച്ചു വെക്കണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ചെമ്മിനില്ല. ഞങ്ങൾക്ക് എല്ലാ പെണ്ണുങ്ങളും ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കണേണ്. ഞങ്ങൾ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പുഴ വേണം. ഞങ്ങൾ ജീവിക്കുന്ന പുഴ കൊണ്ടാണ്. അപ്പൊ ആ പുഴയില്ലാതെ വന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ പോയി ജീവിക്കാനാണ്. ഞങ്ങൾ സിറ്റിയിലല്ല ജീവിക്കുന്നത്. ഞങ്ങൾ ഈ ഗ്രാമത്തിലാണ്. ആ ഗ്രാമം എന്ന് പറയുന്നത് പുഴയാണ് ഞങ്ങൾക്ക്. ആ പുഴ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വന്നാൽ പിന്നെ ഞങ്ങൾ എവിടെ പോകണമെന്നാ പറയണ?
പിന്നെ നികത്ത് ഭൂമിയൊക്കെ കണ്ടു കേട്ടൊക്കെ ആൾക്കാർക്ക് പോകാം. അവർക്ക് അത് ടൂറിസം. പക്ഷെ ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ജീവിക്കണമെങ്കിൽ പുഴ വേണം. ഒക്കെ കൊടുത്ത് അത് കംപ്ലീറ്റ് അവർ നികത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിട്ട് വന്നേക്കാം. ഇവിടെ ഒരു 10 ഏക്കർ സ്ഥലം വിറ്റിട്ടുണ്ട്. വിറ്റിട്ടാണ് നേരത്തെ ചെയ്തു. 10 ഏക്കർ സ്ഥലം ഇവിടെ വിറ്റിട്ടുണ്ട്. ഇവിടെ സത്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ ഈ മിറ്റിലിട്ട് മുഴുവൻ ചെളി വീണില്ലേ, മൊത്തം അടഞ്ഞു പോയി. ഞങ്ങളുടെ വീട്ടിലൊക്കെ അടുത്ത വർഷം വെള്ളം ഒരിക്കുള്ളൂ. ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റൂല. അതുപോലെയാണ് അവിടെയൊക്കെ വന്ന് ഇപ്പൊ അത്രയും ചെളിയാണ് ഞങ്ങളുടെ ഇവിടെ വന്ന് കൂടിയേക്കണത്.